ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇഗ്നോ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ എന്നത്തെയും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് വൈഡ് ആയിട്ടുള്ള പാഠങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ പേപ്പർ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വൈകിപ്പിക്കേണ്ട. ഈ പാഠത്തിലും നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് പറയുന്നത് പണ്ടത്തെ പാലിയോലിത്തിക് നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ്. പാലിയോലിത്തിക്, നിയോലിത്തിക്, മെസോലിത്തിക് അങ്ങനെയുള്ള കാര്യങ്ങളും അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3 ആണ്. ചാപ്റ്റർ 3 നമ്മളിന്ന് നോക്കുന്നത്. ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റീസ്. ചാപ്റ്ററിന്റെ പേര് ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റീസ് ആണ്. അപ്പോ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ടത്തെ പീപ്പിൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലിയോലിത്തിക് പീപ്പിൾസ് എന്ന് പറയുന്നത് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു? ഹണ്ടിങ് ആയിരുന്നു അല്ലെ? ഹണ്ടിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? വേട്ടയാടല്, അതുപോലെ തന്നെ തീറ്റ അന്വേഷിക്കല്, അതുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് സ്റ്റൈല്, അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എക്സ്കവേഷൻസ്, കണ്ടെത്തലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട ഒരു ജനതയാണ് നമ്മുടെ പ്രീവിയസിലുള്ള ആ ഒരു പീപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലോട്ട് വീണ്ടും പോവാം. അപ്പം വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇതിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവരുടെ ഹണ്ടിങ് ആൻഡ് ഫോർഗീവിങ്. എന്താണ് ഹണ്ടിങ് എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവർക്ക് എന്താണ്? വേട്ടയാടലാണ്. അല്ലാതെ സ്ഥിരമായിട്ട് ഒരു ഒക്യുപ്പേഷനോ സ്ഥിരമായിട്ടൊരു വാസസ്ഥലമോ സെറ്റിൽമെന്റോ ഒന്നും തന്നെ ഈ പീപ്പിൾസിന് ഇല്ലായിരുന്നു. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, അവരുടെ ജോലി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ലൈഫ് സ്റ്റൈൽ, ലിവിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹണ്ടിങ് ആയിരുന്നു. എവിടെയാണോ ഏതെങ്കിലും ആനിമൽസോ അതുപോലെയുള്ള കാര്യങ്ങളുണ്ടോ അവയെ ഹണ്ട് ചെയ്യുക, അതിനെ ഭക്ഷിക്കുക, അതിനെ വേട്ടയാടുക, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു പീപ്പിൾസ് ആണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, എൻറ്റയർ പാലിയോലിത്തിക് സ്റ്റേജ് സിമ്പിൾ എക്കണോമിക് ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് ഹണ്ടിങ് ഓഫ് വൈൽഡ് ആനിമൽസ്. ഇവർ കൂടുതലായിട്ട് വേട്ടയാടി ഇരുന്നത് ആരെയാണ്? വൈൽഡ് ആനിമൽസിനെയാണ്. അതായത് കാട്ടിലെ ജീവജാലങ്ങളെയാണ്, അല്ലെങ്കിൽ വന്യജീവികളെയാണ് ഇവർ വേട്ടയാടിയിരുന്നത്. പിന്നെ ഇവർക്കെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? നമുക്കറിയാം അവരുടെ കയ്യിൽ വെപ്പൺസ് എന്ന് പറയുന്നത് സ്റ്റോൺ ആണ്. സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ് അല്ലെ? സ്റ്റോണിനാണ്, അല്ലെങ്കിൽ ഷാർപ്പ് ചെയ്ത് വെച്ച കൂർത്ത മുനയുള്ള സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇവർ പീപ്പിൾസ് എന്ത് ചെയ്തിരുന്നത്? വേട്ടയാടിക്കൊണ്ടേ ഇരുന്നത്. ഇവരുടെ ഇക്കോളജിക്കൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ അതിനനുസരിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പൊ അവരുടെ ജോഗ്രഫി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഇടതൂർന്ന കാടുകൾ അല്ലെ? നമുക്കറിയാം ഇടതൂർന്ന കാടുകളും കാര്യങ്ങളുമായിട്ടൊക്കെ പോയിരുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവർ ജീവിച്ചിരുന്നത്. അപ്പൊ സുലഭമായിട്ട് എന്ത് കിട്ടും? നല്ല വന്യജീവികൾ അവിടെ ഉണ്ട്. അപ്പൊ അവയെ വേട്ടയാടുക, അതുപോലെ തന്നെ അവയുമായിട്ട് എന്ത് ചെയ്യുക? ഒരു ഇടകലർന്ന, അവർക്ക് യാതൊന്നിനെയോ അല്ലെങ്കിൽ കാടിനെ ഒരു പേടിയോ അങ്ങനെ ഒന്നുമില്ല. അവരെ സമീപിച്ചിരുന്ന എങ്ങനെ? വളരെ ലാഘവത്തോടു കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ ജീവിച്ച ജനതയാണ് നമ്മുടെ പാലിയോലിത്തിക്കിൽ ഉള്ളതെന്ന് പറയുന്നത്. ഈ അനിമൽസിന്റെ പ്ലാന്റ് ഫുഡ്സ് ഒക്കെ അവർ കൂടുതലായിട്ട് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നതാണ് ഫോർഗേ, തീറ്റ കണ്ടെത്തുക. ഫോർഗേ എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ എഴുന്നേൽക്കുക. നമ്മളെ പോലെ ഇന്നത്തെ പോലെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. രാവിലെ എഴുന്നേൽക്കുക, ഇന്ന് നമ്മൾ കാൽക്കുലേഷൻ, ഒരു മെനു ഒക്കെ ഉണ്ട്. നാളെ എന്താ ഫുഡ് ഉണ്ടാക്കാനുള്ളത്, അല്ലെങ്കിൽ നാളെ എന്ത് ഫുഡാണ് നമ്മൾ കഴിക്കാനുള്ളത്, അങ്ങനെ ഒരു മെനു ചാർട്ടൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഈ പീപ്പിൾസിന് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഹണ്ട് ചെയ്യുക, അതുപോലെ തീറ്റ കണ്ടെത്തുക, ഇതായിരുന്നു ഈ പീപ്പിൾസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ദ ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ് ഡസ്, പുരാവസ്തു രേഖകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പീപ്പിൾസ് വളരെയധികം എന്ത് ചെയ്തിരുന്നു? ജീവിച്ചിരുന്നു, അങ്ങ് ഇങ്ങോട്ട് ജീവിച്ചിരുന്നു എന്നും ഇവരുടെ ആ ഒരു കൾച്ചറിനെ തന്നെ സ്റ്റോൺ ഏജ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. റിച്ച് അനിമൽ ലൈഫ് ആൻഡ് വെജിറ്റേഷൻ, ധാരാളം അനിമൽസ് അതുപോലെ തന്നെ ഇടതൂർന്ന നൈസർഗിക ജാലങ്ങളൊക്കെ ഈ കാടിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ മനുഷ്യർ ജീവിച്ചിരുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ കുറെ പേര് ഇവരുടെ ഈ ഒരു രീതിയെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നുണ്ട്. ഡി കൊസാംബി പോയിന്റ് ചെയ്യുന്നുണ്ട് 1965 സ്റ്റോൺ ഏജ് കമ്മ്യൂണിറ്റീസ് ദ ട്രോപ്പിക്കൽ സോൺസ് ലൈക്ക്
India would have extensive made use of wild plants and fruits, berries and roots. ഡി ഡി കൊസാംബി പറയുന്നുണ്ട്, എന്തെന്നാണ് പറയുന്നത്, 1965 അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്, സ്റ്റോൺ ഏജ് കമ്മ്യൂണിറ്റീസ് ട്രോപ്പിക്കൽ സോൺസ് ഇന്ത്യ ഹാവ് എക്സ്റ്റെൻസീവ്ലി മെയ്ഡ് യൂസ് ഓഫ് വൈൽഡ് പ്ലാന്റ്സ്. വൈൽഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കാടിനുള്ളിലെ സസ്യജാലങ്ങൾ. ഫുഡ്സ്, അത് ഫുഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ? ഫ്രൂട്ട്സ്, ബെറീസ്, സീഡ്സ്, റൂട്ട്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവർ ആ സ്ഥലങ്ങളിൽ നിന്ന് എക്സ്കവേഷനിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഹണ്ടിങ് ആൻഡ് ഫോർഗിവിങ് എന്നൊന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഒരാൾ പറഞ്ഞ ഒരു കൊട്ടേഷനും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റും. വേറെ ഒന്നുമില്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വേട്ടയാടുകൾ, അതുപോലെ തന്നെ ഫോർഗിവിങ് എന്ന് പറയുന്നത് തീറ്റ കണ്ടെത്തൽ. തീറ്റ കണ്ടെത്തൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അവിടെ വയറ് നിറയ്ക്കണം, അന്നേരത്തേക്കുള്ള അന്നം എന്ത് ചെയ്യുക? ഒരു കൂട്ടുക. ഇതാണ് ആ ഒരു മെത്തേഡ്, ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ വേറെ ഒന്നിനെ കുറിച്ചോ കടബാധ്യതയില്ല, വേറെ ഒന്നിനെ കുറിച്ചുള്ള ഒരു ആകുലതകളോ ടെൻഷനുകളോ ഒന്നും തന്നെ അവർക്ക് ഇല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ധാരാളം സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തുകളെല്ലാം ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവര് കൃഷി ചെയ്തിരുന്നു, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭക്ഷിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ തെളിവുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നോൺ യൂട്ടിലിറ്റേറിയൻ ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രയോജനരഹിതമായ പെരുമാറ്റമായിരുന്നു ഇവരുടെ പെരുമാറ്റം. ഇവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? പ്രയോജനരഹിതമായ പെരുമാറ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഇവിടെ പെരുമാറ്റം എന്ന് പറയുന്നത് എങ്ങനെയാ? ഓരോ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രത്യേക ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈം ടേബിളോ ഒന്നും തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇല്ല. ഇവിടെ പറയുന്നുണ്ട് ആർക്കിയോളജി റെക്കോർഡ് ഹാസ് also preserved some stance evidence regarding non-utilitarian aspect of behavior lower Paleolithic groups such as cognitive, artisan abilities and personal എന്താണ് ornamentation. അതായത് ഇവരുടെ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ജീവിക്കുക. എങ്ങനെയാ ജീവിക്കുക? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ അങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് പോകുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇവരെന്താണ്? ഹാൻഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. കൈക്കോടാലികൾ, ചീളുകൾ, അല്ലെ, ക്ലവേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് ഉപയോഗിച്ചിരുന്നു. അക്യൂലിംഗ് കൾച്ചറിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്യൂലിംഗ് കൾച്ചർ. പിന്നെ തിന്നെന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നേർത്തെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെരി സിമെട്രിക് ഇൻ ഷേപ്പ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹ്യൂമൻ ബോഡീനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരേപോലെ തിരിച്ചു കഴിഞ്ഞാൽ കണ്ണൊന്ന്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും കണ്ണൊന്ന്, അങ്ങനെ രണ്ടായിട്ട് നമ്മൾ കാണുമെന്ന് പറയില്ല. അതായത് ഒരു പെന്നിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയെ തന്നെ നമുക്ക് നോക്കാം. ഹ്യൂമൻ ബോഡീനെ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ ഐസ് ആയാലും നോസ് ആയാലും ഇയേഴ്സ് ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് രണ്ടായിട്ട് നമുക്ക് ചെയ്യാം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിമെട്രിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പീപ്പിൾസ് ആണ്. അതാണ് ഇവിടെ നോൺ യൂട്ടിലിറ്റി ബിഹേവിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? നോൺ യൂട്ടിലിറ്റി ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ് ആക്സസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, സിമെട്രിക് ഷേപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? മേക്കേഴ്സ്, അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചു, അതിനനുസരിച്ച് റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ there is some evidence ബോഡി ഡെക്കറേഷൻ, അവർ ബോഡി ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കും അവർക്ക് എന്താണ് ഒരുക്കലോ അല്ലെങ്കിൽ എന്താണ് ഒരുങ്ങി നടക്കുന്ന ഒരു സ്വഭാവം ഒന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല, അവർക്കും എന്തുണ്ട്? ബോഡി ഡെക്കറേഷൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതവിടെ പറയുന്നതിന്റെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? ബോഡി ഡെക്കറേഷൻ ടു എ ഫ്യൂ red orc like pieces were found at the Aquiline sites, Hunzi and Baisal valleys. There were probably produced from victini used for body smearing. അതായത് ബോഡി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത്. അതാണ് ഫ്യൂ റെഡ് ഓർക്ക്, അല്ലെ? ഫ്യൂ റെഡ് ഓർക്ക് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ പോലത്തെ കാര്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്തിരുന്നു? ഉപയോഗിച്ചിരുന്നു എന്നും നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നോൺ യൂട്ടിലിറ്ററി ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ആർക്കിയോളജിക്കൽ റെക്കോർഡിൽ നമുക്ക് പറയാൻ കഴിയും. എങ്ങനെയാണ് ഇവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത്? എന്താണ്? ഇവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? ഒരു സെറ്റിൽമെന്റ് ലൈഫോ ഒന്നും തന്നെ ഇല്ല. രാവിലത്തെ ഒരു രീതി അനുസരിച്ച് ഇറങ്ങുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള എന്ത് ചെയ്യുന്നു? ജീവിതം നയിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ടോപ്പോഗ്രാഫിക്കലും അങ്ങനെയായിരുന്നു, അല്ലെ? ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? വളരെ കാടും കാര്യങ്ങളൊക്കെ നിറഞ്ഞു പോകുന്ന ഒരിതാണ്. ഹാൻഡ് ആക്സസ് എന്താണ്? കൈക്കോടാലികൾ, അതുപോലെ തന്നെ തിന്നായിട്ടുള്ള കൈക്കോടാലികൾ, തിന്നായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. സിമെട്രിക്കൽ ഷേപ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് സൈഡും ഒരുപോലത്തെ അങ്ങനെയുള്ള ആയുധങ്ങള്, ക്ലവേഴ്സ്, കത്തികള്, നൈഫുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം സെൻട്രൽ ഏഷ്യയിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്
എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ദി സം എവിഡൻസ് ഓഫ് ബോഡി ഡെക്കറേഷൻ. ബോഡി ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ബോഡി ഡെക്കറേഷൻ? ബോഡിയെ എന്ത് ചെയ്യുന്നുണ്ട്, മിനുക്ക് പണികൾ ചെയ്യുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ ഇവർ ഉപയോഗിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നോൺ യൂട്ടിലിറ്ററി ബിഹേവിയർ. അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ചെറിയൊരു ഇത് കൊടുത്തന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പാലിയോളിത്തിക് റോക്ക് ആർട്ട് ആൻഡ് കൾച്ചർ. പാലിയോളിത്തിക് റോക്ക് ആർട്ട്, കല്ലുകൾ അല്ലെ. റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാറക്കല്ലുകൾ അല്ലെങ്കിൽ പാറയിലുണ്ടാകുന്ന എന്താണ് ആർട്ടുകൾ അല്ലെങ്കിൽ വൈദഗ്ധ്യം എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പ്രീ ഹിസ്റ്റോറിക് ആർട്ട് ഈസ് നോൺ ടുഡേ വാസ് എക്സിക്യൂട്ടഡ് എയ്തർ ഓർ സ്റ്റോൺ ഓർ ബോൺസ്. നമുക്കറിയാമല്ലോ പ്രീ ഹിസ്റ്റോറി പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് സ്റ്റോണുകൾ ഉപയോഗിച്ചും ബോൺസ് ഉപയോഗിച്ചും, സ്റ്റോണുകളും ഉപയോഗിച്ച് കല്ലുകളും എല്ലുകളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് അല്ലെ. കല്ലുകളും എല്ലുകളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ഇവരുടെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അറ്റ് ടൈംസ് ഈ ടൈംസിൽ എന്തും ഉപയോഗിച്ചിരുന്നു? മഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളി. പിന്നെ ചാർക്കോൾ കരി, ഷെല്ല് എന്ന് പറയുമ്പോൾ തോട്, ടീത്ത് പല്ല്, ബോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നമ്മളിവിടെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ബോൺസ് അസ്ഥികൾ. പിന്നെ എന്താണ്? ഇങ്ങനെയുള്ള കൊമ്പ്, ഹോൺ എന്ന് എന്താണ്? കൊമ്പുകൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഉപയോഗിച്ചിരുന്നു. അപ്പോ എന്താണ്? ജസ്റ്റ് എന്താണ് ഇവിടെ പറയുന്ന കാര്യം? എന്താണ്? സ്റ്റോണും ബോൺസും മാത്രമാണോ ഉപയോഗിച്ചിരുന്നത്? അല്ല, എല്ലുകളും കമ്പുകളും മാത്രമല്ല. എല്ലുകളും എന്താണ്? നമ്മുടെ അസ്ഥികളും അല്ലെങ്കിൽ എല്ലുകളും കല്ലുകളും മാത്രമല്ല ഉപയോഗിച്ചിരുന്നത്. എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്? ചെളി, കരി, പിന്നെ തോട്, പല്ല്, കൊമ്പ് എന്നിവ കൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ എന്ത് വിളിക്കുന്നു? ഹോം ആർട്ട് എന്ന് വിളിക്കുന്നു. ഇവയെ ഡിസൈൻ ചെയ്യുന്നതിന് എന്ത് വിളിക്കുന്നു? ഹോം ആർട്ട് എന്ന് വിളിക്കുന്നു. ആർട്ട് മൊബിലിയർ എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് റോക്ക് ഷെൽട്ടർ. ഈ ഗുഹാകലകളെ വിളിക്കുന്ന പേരാണ് കേവ് ആർട്ട്. കൂടുതലായിട്ട് നമുക്കറിയാം മെസോലിത്തിക് ആയാലും നിയോലിത്തിക്കലൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം കേവിനകത്ത് ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ വരച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ പിക്ചേഴ്സും കാര്യങ്ങളും വരച്ച് സൂക്ഷിച്ചിരിക്കുന്ന എന്താണ്? അവർക്ക് പെയിന്റിങ് ചെയ്യാനുള്ള കഴിവുകൾ, അവരുടെ എന്താണ് കലാവൈദഗ്ധ്യത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഗുഹകളിൽ വരച്ചു വെച്ചതിനെയൊക്കെയാണ് എന്ത് വിളിക്കുന്നത്? കേവ് ആർട്ട് എന്ന് വിളിക്കുന്നത്. കേവ് ആർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഗുഹാ ചിത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ ഇത് എവിടെ നിന്ന്? നമ്മുടെ ഭിംബേഡ്ക, അതുപോലെ തന്നെ മധ്യപ്രദേശ് ഭോപ്പാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാൽ ഇതിന്റെയൊക്കെ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? റിമൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെ പാലിയോളിത്തിക് റോക്ക് ആർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് പാലിയോളിത്തിക് റോക്ക് ആർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രീ ഹിസ്റ്റോറിക് ആർട്ട് ഈസ് നോൺ as ടുഡേ. എന്താണ്? സ്റ്റോൺസും ബോൺസും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്? അല്ല. എന്തൊക്കെയാണ്? ചെളി അല്ലെ. ചെളി എന്ന് പറഞ്ഞാൽ എന്താണ്? മഡ്, അതുപോലെ തന്നെ റോക്ക്, പിന്നെ എന്താണ് പറഞ്ഞ? കരി, തോട്, ഷെല്ല്, പിന്നെ ടീത്ത്, ഹോൺ, കൊമ്പുകൾ അല്ലെ. മൃഗങ്ങളുടെയൊക്കെ വേട്ടയാടിയിട്ട് അവയുടെ കൊമ്പുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ എന്താണ്? കേവ് എന്ന് പറയുമ്പോൾ ഗുഹയ്ക്കുള്ളില് എന്ത് ചെയ്തിരുന്നു? പിക്ചേഴ്സ് ഒക്കെ വരച്ചു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ആ വരച്ചു സൂക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെന്ന് പറയും? അതെ, അവ എന്ത് വിളിക്കുന്നു? കേവ് ആർട്ട് എന്ന് വിളിച്ചിരുന്നു. ഗുഹാ ചിത്രങ്ങൾ എന്ന് വിളിച്ചിരുന്നു. പിന്നെ ഡിസൈഡിങ് എൻഗ്രേവിംഗ് ആൻഡ് പെയിന്റിങ്. ഇവർക്ക് പെയിന്റിങ്ങിനുള്ള കാര്യങ്ങൾ അറിയാം. പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ പോലെയുള്ള ഇവിടുത്തെ വാട്ടർ കളറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവരുടെ പെയിന്റിംഗ് രീതികൾ എന്ന് പറയുമ്പോൾ ഇലകളുണ്ടല്ലോ, ഇലകൾ, അതുപോലെ തന്നെ പഴങ്ങൾ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, ഇതിനെല്ലാം അരയ്ക്കും അല്ലെങ്കിൽ അതിനെല്ലാം തല്ലി പിഴിഞ്ഞിട്ട് അതിലുള്ള ആ ഒരു സത്തുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്? പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കുകയും അതിന് ചായം പൂശുകയും ചെയ്തിരുന്നത്. അല്ലാതെ ഇവർക്ക് എന്താണ് ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അന്നേരം ഇല്ലായിരുന്നു. അപ്പൊ ഒന്ന് നമ്മൾ മൈൻഡ് ചെയ്യാനുള്ള ഒരു എന്താണ് പോയിന്റ് ആണ്. അതായത് ഇവർക്ക് പെയിന്റിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ന്യൂമറസ് എക്സാമ്പിൾസ് ഉണ്ട്, ധാരാളം എക്സാമ്പിൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ പറയുന്നുണ്ട് മഡും ബോണിന്റെ ആഷും. ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇവർ ഈ പെയിന്റിങ്ങിന് ഉപയോഗിച്ചിരുന്നത് എന്താണ്? മഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെളിയാണ്. പിന്നെ ബോണിന്റെ ആഷ് എന്ന് പറയുന്നത് എല്ലുകൾ, അതുപോലെ എല്ലുകളും അതുപോലെ തന്നെ അസ്ഥികളും ഒക്കെ എന്ത് ചെയ്യും? അവര് അതിന്റെ ആഷ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചാരം, ഇവയും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിനു ശേഷം അവ എന്ത് ചെയ്യും? നിറത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ചായത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ധാരാളം എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മറ്റ് സൈറ്റ്സുകളിൽ നിന്ന്, കേവ് ആർട്ടുകളിൽ നിന്നും, അതുപോലെ പാലിയോളിത്തിക് സൈറ്റ്സിൽ നിന്നും നിയോളിത്തിക് സൈറ്റ്സിൽ നിന്നും നമുക്കൊക്കെ കാണാനായിട്ട് കഴിയും. അതിനെന്താണ്? പ്രീ ഹിസ്റ്റോറി ആർട്ടിസ്റ്റ് ആണ്. ഇതൊക്കെ ഇവരുടെ ഒരു സ്കില്ലാണ് അല്ലെ. ഇന്ന് നമുക്ക് ഒരു ചിത്രം പഠിക്കണമെങ്കിൽ, ചിത്രരചന പഠിക്കണമെങ്കിൽ നമുക്ക് ധാരാളം നമ്മുടെ ലോകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു നാടെന്ന് പറഞ്ഞ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവർക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും
ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനുമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചിരുന്നു, സ്കിൽ ഉണ്ടായിരുന്നു, നൈപുണി അല്ലെ, കഴിവും കാര്യങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്കിൽ റിക്വേർഡ് ആണ്, അവര് അതിനെ ആർജിച്ചെടുത്ത സ്കില്ലാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. നമുക്കിവിടെ എന്താണ്, ചിത്രരചനയ്ക്ക് പോകണമെങ്കിൽ, ഒരു കുട്ടിക്ക് പോകണമെങ്കിൽ ആ കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം അങ്ങനെയൊന്നുമില്ല, ഒരു അപരിഷ്കൃതമായ ഒരു നാടാണ് അല്ലെ, അല്ലെങ്കിൽ അപരിഷ്കൃതമായ ഒരു കൾച്ചറാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് എന്തിനുള്ള കഴിവുണ്ടായിരുന്നു, പടം വരയ്ക്കാനും അതിന് ചായങ്ങൾ പൂശാനും ഒക്കെ ഉള്ള സ്കിൽസ് അല്ലെങ്കിൽ കഴിവ് ഇവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, മോഡലിംഗ് ഇസ് നോട്ട് ആൻഡ് സെയിം കൈൻഡ് റിക്വയർ എയ്തർ പെയിന്റ് ഓർ എൻഗ്രേവ്. അപ്പൊ ഈ പെയിന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അവരുടേതായ രീതിയിൽ അവർ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒരുപാട് വർഷം നിലനിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടേതായ രീതിയിൽ അവർ ഉണ്ടാക്കുന്ന പെയിന്റ്സും കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെയാണ്, ആഷ് എന്ന് പറയുന്നത് എന്താണ്, കരിയും മഡും. മഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ചെളിയും കൂടെ അത് ചാരത്തിന് വേണ്ടിയിട്ട് ചാരമാക്കും, അതിന് എന്ത് ചെയ്യും, ഒക്കെ ചാലിച്ചിട്ടുള്ള എന്താണ് പെയിന്റ് അടിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് റോക്ക് ആർട്ട്, അവരുടെ കലാവൈദഗ്ധ്യത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എന്താണ്, പാലിയോലിത്തിക് ഹാസ് എക്സാമ്പിൾ പോർട്ടബിൾ ഇൻ ദ ഫ്രം ഓസ്ട്രിച്ച് എക്സെൽ. ഓസ്ട്രിച്ച് എക്സെൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒട്ടക പക്ഷിയുടെ രൂപത്തിലുള്ള എന്താണ്, മണികൾ അല്ലെ, ബീഡ്സുകൾ അല്ലെ, മുത്തുകൾ, ഇവ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു. എൻഗ്രേവ്ഡ് ഫ്രാഗ്മെന്റ്സ്. ദ വെൽ നോൺ സയൻസ് ഭീംബേഡ്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. എവിടെയാണ് ഭീംബേഡ്ക ഉള്ളത്, ചമ്പൽ വാലി. ഓക്കെ, ചെമ്പൽ വാലി എന്ന് പറയുന്ന സ്ഥലത്തെ ഭീംബേഡ്കയിൽ നിന്നും അങ്ങനെയുള്ള, പിന്നെ എന്താണ്, ഹാർപ്പർ കേദ എന്ന് പറയുമ്പോൾ എന്താണ്, നർമ്മദ വാലി, മധുര, ഇങ്ങനെയുള്ള കുറച്ച് സൈറ്റുകളിൽ നിന്ന്, കുറച്ച് സൈറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ ഈ ഒട്ടകപക്ഷിയുടെ രൂപത്തിലുള്ള എഗ് ഷെല്ല് പോലുള്ള മുത്തുകളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ അർത്ഥം എന്താണ്, അവർക്ക് എന്തിനൊക്കെ കൈകൊണ്ട് ചെയ്യുന്ന തൊഴിലുകളായാലും മുത്തുകൾ കൊണ്ടുള്ള ചെയ്യുന്ന കഴിവുകളായാലും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് അത്. അപ്പൊ പാലിയോലിത്തിക് റോക്ക് ആർട്ട് എങ്ങനെയാണ്, റോക്ക് ആർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം, ഇവിടെ പറയുന്നുണ്ട്, പണ്ട് സ്റ്റോണും ബോണും ഉപയോഗിച്ചിരുന്നു, പിന്നെ എങ്ങനെയാണ്, ചെളി, കരി, തോട്, പല്ല്, കൊമ്പ് എന്നിവ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എന്ന് വിളിക്കുന്നു, ഹോം ആർട്ട് അല്ലെ, അവർ ചെയ്യുന്നതിന് ഹോം ആർട്ട് എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഗുഹകളിലുള്ള പിക്ചേഴ്സിനെ എന്ന് വിളിക്കുന്നു, കേവ് ആർട്ട് എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന ന്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് കഴിയും. പിന്നെ ഇവർ എങ്ങനെയാ ചായത്തിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്, മഡും ആഷും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട്. മഡും ആഷും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലെ ചാരം എടുത്തിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, അവർ ചായത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, പാലിയോലിത്തിക്കിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം, നമുക്ക് ഭീംബേഡ്ക, അവിടെ നമ്മൾ എന്ത് കണ്ടു, ഒട്ടകപക്ഷിയുടെ എഗ് ഷെല്ല് ബീഡ്സ് അല്ലെ, ഒട്ടകപക്ഷിയുടെ മുട്ടയുടെ ആ ഒരു ഷെല്ലുണ്ടല്ലോ, അവിടെ എന്താണ്, ബീഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, ഭീംബേഡ്കയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതത്രയാണ് നമുക്ക് ജസ്റ്റ് അവിടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെയും നമുക്ക് അറിയാം, ഇവിടെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ, ടെക്സ്റ്റ് മൊത്തം വായിച്ച് നമുക്ക് പഠിപ്പിക്കാനായിട്ട് നമുക്ക് എന്താണ്, സമയത്തിന്റെ പരിമിതി ഉണ്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, എന്താണ്, മാനിന്റെ എന്ന് പറയുമ്പോൾ എന്താണ്, പുരുഷന്മാരുടെയും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടെയൊക്കെ എന്താണ്, ശവം അടക്കുന്ന രീതികൾ അല്ലെ, പിന്നെ അതുപോലെ സ്കള്ള്, തലയോട്ടി, ഇതെല്ലാം ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. റോക്ക് ഷെൽട്ടറിൽ നിന്ന് സ്കള്ള് എന്ന് പറഞ്ഞാൽ അസ്ഥിയോടുകൾ, അതുപോലെ തലയോട്ടുകളൊക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് സം പീപ്പിൾസ്, പിന്നെ അവർ ഉപയോഗിക്കുന്ന ഓർണമെന്റ്സ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അവരും ഈ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ബാംഗിൾസും അതുപോലെ തന്നെ ഇയറിംഗ്സും ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇന്നത്തെ കാലത്ത് കാണുന്നതിനേക്കാൾ അഡ്വാൻസ്ഡ് ഒന്നും അല്ല അന്നേരം. അപ്പൊ എന്നിരുന്നാൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ഓർണമെന്റ്സും അതുപോലെ തന്നെ ബീഡ്സും കാര്യങ്ങളൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്, അവർക്കും ഒരുങ്ങി നടക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരും ആഗ്രഹിച്ചിരുന്നു, അവർ അത് ചെയ്തിരുന്നു. ഓക്കെ, അതിന്റെ തെളിവുകളാണ് ഈ ഭീംബേഡ്ക അതുപോലെ തന്നെ ഭോപ്പാലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട്, എന്താണ്, നമ്മുടെ പുരുഷന്മാരുടെ എന്താണ്, സ്കള്ള് ഇവിടെ പറയുന്നുണ്ട്, സ്കള്ള്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. റോക്ക് ഷെൽട്ടർ ഫൗണ്ട് ദ നെക്ക് ഓഫ് ദ സ്കൾ, ഞാൻ പറഞ്ഞില്ലേ, അതായത് അങ്ങനെയുള്ള ആ ഒരു അസ്ഥികൂടങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവയെ എന്ത് ചെയ്യുന്നുണ്ട്, കഴുത്തിൽ ഇങ്ങനെ കെട്ട് തൂക്കിയിട്ട് നടക്കുന്ന രീതികളും ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ കണ്ടിട്ടില്ലേ ടിവിയിലൊക്കെ പണ്ട് ആ രീതികളിലുള്ള പീപ്പിൾസിനെ കാണുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അലങ്കാരത്തിന് വേണ്ടിയിട്ട് തലയോട്ടി അല്ലെ, തലയോട്ടീനെ എന്ത് ചെയ്യും, കെട്ടി തൂക്കി എന്ത് ചെയ്യും, കഴുത്തിൽ കൂടെ ഇട്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ്,
called Bhimbetka rock shelter found of the neck of the skull a buried man. He was the must have in wearing necklace, different kinds of beads. പല തരത്തിലുള്ള മുത്തുകൾ കോർത്തുണ്ടാക്കിയ നെക്ലൈസ്. നെക്ലൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഇവിടെ കാണുന്ന മാല പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഉപയോഗിച്ചിരുന്നു, നെക്ലേസ് ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എക്ഷെൽ, ഓസ്ട്രിച്ചിന്റെ എക്ഷെൽ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ബീഡ്സ് അവർ ഉണ്ടാക്കിയിരുന്നെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? വേറെ ഒന്നുമല്ല, ഇവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ മുത്തു നിർമ്മാണത്തിനും, അതുപോലെ തന്നെ മാല നിർമ്മാണത്തിനും, കോർക്കാനും, കാല കോർക്കാനും, അതുപോലെ തന്നെ അസ്ഥികൂടത്തിന്റെ തലേനെ എന്ത് ചെയ്യുന്നുണ്ട്, കോർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അസ്ഥികൂട തലേനെ എന്ത് ചെയ്യും, കോർത്ത് കഴുത്തി കൂടെ എന്ത് ചെയ്യും, നെക്കിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു കൾച്ചർ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്, അവരുടെ ഒരു നിർമ്മാണ വൈദഗ്ധ്യത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്തത് എന്താണ്, നമ്മുടെ റോക്ക് ആർട്ട് സൈറ്റ്സ്. ഏതൊക്കെയാണ് റോക്ക് ആർട്ട് സൈറ്റ്സ് എന്ന് പറയുന്നത്? സൗത്ത് ടേൺ എടുത്താലും നമുക്ക് നോർത്ത് ടേൺ എടുത്താലും ഈസ്റ്റേൺ എടുത്താലും അപ്പർ പാർട്ട് എല്ലാ പാർട്ടിലും നമുക്ക് ഇവരുടെ റോക്ക് സൈറ്റ്സിനെ കുറിച്ച്, നമുക്ക് ആർട്ട് സൈറ്റ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, അതായത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ ഇങ്ങനെയുള്ള യൂണിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ എന്താണ് ആർട്ടിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫിഗർ 3.2 ഒക്കെ നിങ്ങളോട് പരിശോധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഒരു റോക്ക് ഷെൽട്ടർ ആണ് ഇവിടെ, ഒരു റോക്ക് ഷെൽട്ടർ ആണ്. റോക്ക് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, പാറ കൊണ്ടുള്ള ഒരു കൂടാരം പോലെ ഇരിപ്പുണ്ട് അല്ലെ. ഇത് നിങ്ങളോട് നോക്കാൻ, ഇത് എവിടെയാണ്, ഭീംബേഡ്കയിലുള്ളതാണ്. ഇത് ഭീംബേഡ്കയിലുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ദീസ് ഷെൽട്ടർ കുഡ് ഈസിലി ഓക്യുപ്പൈഡ് ഹെയർലി ഹണ്ടർ ഗദർ പാസ്ട്രോൺസ് ഹു ഡിസൻസ് സച്ച് എസ് ഗൗൺ, മുരിയ, കോർക്കു, ബിർല എക്സെട്ര. ഈ ഷെൽട്ടേഴ്സിൽ ഏതൊക്കെയാണ് ആൾക്കാര്? ഗോണ്ട്, മുരിയ, കോർക്കു, ഭിലാല തുടങ്ങിയ ആദിവാസി സമൂഹങ്ങളും പിന്നെ അവരുടെ കൂടെ വന്ന പിൽക്കാല ആദിവാസി ഗോത്രവർഗ്ഗങ്ങളും വേട്ടക്കാരും ഒക്കെ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആദിവാസി, അതൊന്ന് ജസ്റ്റ് നിങ്ങളും അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഗോണ്ട്, മുറിയ, കോർക്കു, ഭിലാല അങ്ങനെയുള്ള ആദിവാസി സമൂഹങ്ങളും പിന്നെ എന്താണ് അവർക്ക് കൂടെ വന്ന വേട്ടക്കാരും ആദിവാസി പിൻഗാമികളും ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഷെൽട്ടേഴ്സിൽ താമസിച്ചിട്ടുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇവിടെ എന്തുണ്ട്, വ്യത്യാസമാണ്. ഭീംബേഡ്ക റോക്ക് ഷെൽട്ടേഴ്സ് ആണ് കൂടുതലായിട്ട് പറയുന്നത്. ഭീംബേഡ്ക റോക്ക് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കാം, എങ്ങനെയായിരിക്കാം അതിന്റെ രീതി എന്ന് പറയുന്നത്? ഒരു റോക്ക് ഷെൽട്ടർ ആണ്. റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, കല്ലുകൾ കൊണ്ട് കൂടി വെച്ച് കഴിഞ്ഞ ആ ഒരു രൂപമാണ്. അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, താമസിക്കാനും അതിനുള്ളിൽ ഓരോ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് കഴിയും. പിന്നെ ഇതൊക്കെ എന്താണ്, മോസ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെയധികം നമുക്ക് അറിവ് ലഭിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ. അതിനർത്ഥം ഇങ്ങനെയുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സൈറ്റ്സ് നമുക്ക് ഇവരെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഏറെ കുറിച്ചാണ് ഈ പാലിയോലിത്തിക് പീപ്പിൾസിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ റോക്ക് ആർട്ട് സൈറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഗോണ്ട്, ബുരിയ, അതുപോലെ തന്നെ കോർക്ക്, ഫിലാല ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാനാണ്, ആദിവാസി സമൂഹങ്ങളെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യാ, മനസ്സിലാക്കാനായിട്ട് പഠിക്കുക. ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ എവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു, ഈ റോക്ക് ആർട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എന്താണ്, വ്യത്യാസം ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി കേസ് സ്റ്റഡി ഓഫ് ഭീംബേഡ്ക. നമുക്ക് ഭീംബേഡ്കയെ കുറിച്ച് ഒന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഭീംബേഡ്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഭീംബേഡ്കയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഭീംബേഡ്ക? ഭീംബേഡ്ക എവിടെയാണ്? മധ്യപ്രദേശിലെ റൈസൺ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് ഭീംബേഡ്ക എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ റൈസൺ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഭീംബേഡ്ക സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു റോക്ക് ആർട്ട് സൈറ്റ് ആണ്. ഇത് എന്ത് സൈറ്റ് ആണ്? ഒരു റോക്ക് ആർട്ട് സൈറ്റ്. റോക്ക് ആർട്ട് സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഗുഹ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈറ്റ് ആണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഈ ബിയാൻപൂർ എന്ന ആദിവാസി ഗ്രാമത്തിനടുത്താണ് ഈ ഒരു വലിയ ഒരു കുന്നാണ്. അതിന്റെ പേരാണ് ഈ ഭീംബേഡ്ക എന്ന് പറയുന്നത്. ഭീംബേഡ്ക എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയ ഹില്ലാണ്. ഇവിടെ നോക്കിക്കേ, ഭീംബേഡ്ക ഈസ് ദ നെയിം ഓഫ് ലാർജ് ഹില്ലാണ് അല്ലെ. ഭീംബേഡ്ക എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വലിയ കുന്നാണ്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഒരു ട്രൈബൽ വില്ലേജ് ആണ്, അതായത് ബിയാൻപൂർ. ഭിയാൻപൂർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ വില്ലേജിലാണ് ഈ ഭീംബേഡ്ക എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്, ദിസ് ഹിൽ പാർട്ട് ഓഫ് ദ ഡിസൈഡ്സ് വുഡ്ലാൻഡ് കവേർഡ്. ഇവിടെ ഇലപൊഴിയും കാടുകളാണ്. ഇലപൊഴിയും കാടുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ ഇടതൂർന്നിട്ടുള്ള കാടുകളാണ് ഈ ഭീംബേഡ്ക. ഉൾവനങ്ങളാണ് അല്ലെ, ഉൾവനങ്ങളാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഒരുപാട് കിലോമീറ്ററോളം എന്ത് ചെയ്യും, സഞ്ചരിച്ച് ഒരുപാട് കിലോമീറ്ററോളം പോകുന്ന ഒരു ഇതാണ്. പിന്നെ മോണോലിത്തിക് റോക്ക്. മോണോലിത്തിക് എന്ന് പറയുന്നത് ഒറ്റക്കല്ലിലുള്ള പാറക്കൂട്ടങ്ങൾ കൂടുതലായിട്ട്
ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നുകൂടെ ഭീംബേട്ക എന്ന് പറയുമ്പോൾ എന്താണ്, എവിടെയാണ് ഭീംബേട്ക? മധ്യപ്രദേശിലെ റൈസൺ എന്ന് പറയുന്ന ജില്ലയിലാണ് ഭീംബേട്ക സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ റൈസൺ എന്ന് പറയുന്ന ജില്ലയിലാണ് ഭീംബേട്ക സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഭോപ്പാലിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ 30 കിലോമീറ്റർ ആണ്. നിങ്ങൾ അതൊന്നും ജസ്റ്റ് നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് നോക്കാനുള്ള ഇത്രയും മാത്രം. ഭീംബേട്ക എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയ കുന്നാണ്, ഒരു ലാർജ് ഹില്ലാണ്. ഈ ഹിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു ബിയാൻപൂർ എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ഥലത്താണ്. ബിയാൻപൂർ എന്ന് പറയുന്ന ആദിവാസി ഗ്രാമത്തിനടുത്തൊരു വലിയ കുന്നിന്റെ പേരാണ് ഭീംബേട്ക എന്ന് പറയുന്നത്. ഒരു എന്താണ്, സ്ട്രീറ്റ് ലൈറ്റ് ഫെയിൻസ് അല്ലെ, ഒരു ധാതുക്കളും അതുപോലെ തന്നെ ഒരു ടിന്നും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. സ്റ്റീൽ ലൈറ്റും ഫെയിൻസ് എന്ന് പറയുന്ന ധാതുക്കൾ, ടെറാക്കോട്ട, അതുപോലെ തന്നെ അതർ ഒബ്ജക്റ്റ്, ഇങ്ങനെയുള്ള കാര്യം. ടെറാക്കോട്ട എന്ന് പറയുന്നത് എന്താണ്, കളിമണ്ണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ട് ഉണ്ട്. അപ്പൊ ഭീംബേട്ക എന്ന് പറയുമ്പോൾ എന്താണ്, ഉൾവനമാണ് അല്ലെ, ഉൾവനമാണ്. അപ്പൊ കുറച്ച് ദൂരമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പീപ്പിൾസ് പോകുന്നത്. അവിടെ പറയുന്നുണ്ട്, പെയിന്റഡ് റോക്ക് ഷെൽട്ടർ ഭീംബേട്ക ആർ accessible hut but rest are dense forested are infestable with wildlife. അപ്പൊ സെഗ്മെന്റ് റീച്ച് ഫ്രം ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് ദൂരമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. ബാക്കി ഉള്ളിലോട്ട് എന്താണ് വൈൽഡ് ആയിട്ടുള്ള ഒരു രൂപമുള്ള ഒരു കാടാണ് നമ്മുടെ ഭീംബേട്ക എന്ന് പറയുന്നത്, ഒരു കുന്നാണ്. ഓക്കെ, ഇവിടെ പറയുന്ന അത്രയാണ്. അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്? ഹ്യൂമൻ ഓക്യുപ്പേഷൻ ഫ്രം സ്റ്റോൺസ്, ടൂൾസ്, പോട്ടറി, കോപ്പർ, അയൺ ടൂൾസ്, ബീഡ്സ്, സ്റ്റോൺ, സ്ട്രീറ്റ് ലൈറ്റ്, പൈൻസ്, ടെറോക്കോട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് എവിഡൻസ് ചെയ്തിട്ടുണ്ട്. എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, തെളിവുകൾ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഭീംബേട്ക എന്ന് പറയുന്നതാണ് മധ്യപ്രദേശിലെ റൈസാൻ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഭീംബേട്ക എന്ന് പറയുന്നത്. ഭീംബേട്ക എന്ന് പറയുന്നത് എന്താണ്, ഒരു ആദിവാസി അല്ലെ, ഗോത്ര ട്രൈബ്സിന്റെ ഒരു സൈറ്റ് ആണ് ഭീംബേട്ക എന്ന് പറയുന്നത്. ബിയാൻപൂരിലാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇതിന്റെ ഒരു വലിയ കുന്നിന്റെ പേരാണ് എന്ത്, ഭീംബേട്ക. ഒരു വലിയ ലാർജ് ഹില്ലിന്റെ പേരാണ് ഭീംബേട്ക എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് സ്ട്രീറ്റ് ലൈറ്റ്, ഫൈൻസ്, ടെറാക്കോട്ട, അതുപോലെ ബീഡ്സ്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എന്താണ് ടൂൾസ്, പോട്ടറി, കോപ്പർ. പോട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, കളിമൺ പാത്രങ്ങൾ അല്ലെ. ഇവിടെയൊക്കെ എവിഡൻസ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ്, നമ്മുടെ ഈ ഭീംബേട്ക എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ പാഠത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊന്ന് നോക്കിയാലോ ഒന്നുകൂടെ നമുക്ക്. ഇപ്പൊ ഭീംബേട്ക മനസ്സിലായല്ലോ. ഭീംബേട്ക നോക്കി, റോക്ക് ആർട്ട് നോക്കി, അതുപോലെ റോക്ക് ആർട്ട് സയൻസ് നോക്കി, എന്താണ് അവരുടെ ഹണ്ടിങ്ങും ഗാദറിങ്ങും നമ്മൾ നോക്കി. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ടുണ്ട്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. റോക്ക് പെയിന്റിങ്സ്, അതുപോലെ തന്നെ എക്സ്കവേഷൻസ്. റോക്ക് പെയിന്റ്സ്, അതുപോലെ തന്നെ എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കണ്ടെത്തലുകൾ അല്ലെ. അവർ കണ്ടെത്തിയ കാര്യങ്ങൾ, അതേപോലെ അവിടെ ആരൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. VN മിശ്ര എന്ന് പറയുന്ന ഒരാളെ എക്സ്കവേറ്റഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, VN മിശ്ര എക്സ്കവേറ്റഡ് കേവ്. ഇവിടെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഇതേ സവർക്കർ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് പഠിക്കാം. നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് വളരെ വലിയ ആധികാരമൊന്നുമില്ല. ഹണ്ടിങ് എന്ന് പറയുമ്പോൾ അവരുടെ വേട്ടയാടലും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കി. എങ്ങനെയായിരുന്നു, ഒരു ഗ്രൂപ്പായിട്ടാണ് നടന്നിരുന്നത്. അത് മാത്രമല്ല ഇവിടെ എക്കണോമിക് ഓർഗനൈസേഷൻ ഒക്കെ വളരെ വ്യത്യസ്തം ആയിരുന്നു. അപ്പൊ അതാണ് ഹണ്ടിങ് ആൻഡ് ഫോർഗീവിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം നോൺ യൂട്ടിലിറ്ററി ബിഹേവിയർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, പ്രയോജനരഹിതമായ ഒരു പെരുമാറ്റമാണ് അല്ലെ. പ്രയോജനരഹിതമായ പെരുമാറ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, റിഗാർഡിങ് വ്യത്യസ്തം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം. പ്രിപ്പറേഷൻ ഹാൻഡ് ആക്സസ് എന്ന് പറയുമ്പോൾ എന്താണ്, കൈക്കോടാലികൾ അല്ലെ, കൈക്കോടാലികൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ചീളുകൾ, അങ്ങനെയുള്ള കയ്യിൽ ഒതുങ്ങുന്ന നേർത്ത തരത്തിലുള്ള വെപ്പൺസ് ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ എന്താണ് പറയുന്നത്, അവരുടെ ലൈഫ് സെലക്ഷൻ, അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തന്നെ അവർ സെലക്ട് ചെയ്യുന്ന രീതികൾ വളരെ വ്യത്യസ്തമായിരുന്നു. പിന്നെ എന്താ അവിടെ പറയുന്നത്, തിന്നാണ് ഉപയോഗിച്ചിരുന്നതെല്ലാം വളരെ തിന്നായിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ പാലിയോളിത്തിക് റോക്ക് ആർട്ട് നമ്മൾ നോക്കിയപ്പോ എന്താ പറഞ്ഞത്, മഡ്, അതുപോലെ തന്നെ ആഷ്, അതുപോലെ ഷെല്ല്, ടീത്ത്, ബോണ്, ബോണ് വേറെ, ഹോൺ വേറെ. ഹോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊമ്പ് അല്ലെ. അപ്പൊ കൊമ്പുകൾ അല്ലെങ്കിൽ കല്ലുകൾ, കൊമ്പുകൾ, അതുപോലെ തന്നെ ചെളി, കരി, തോട് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റോക്ക് ആർട്ടുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റോക്ക് ഷെൽട്ടേഴ്സിനെ നമ്മൾ വിളിച്ച പേരാണ് കേവ് ആർട്ട് എന്നാണ് വിളിച്ചത്. എന്തെന്ന് വിളിച്ചത്, ഗുഹാചിത്രങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ കേവ് ആർട്ട് എന്നാണ് വിളിച്ചത്. പിന്നെ ഇവർ എങ്ങനെയാണ് ചിത്രങ്ങൾക്ക് നിറം പകരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്, ബോണും ആഷും അല്ലെ, അതിനെ കരിയും അതിൽ കൂടെ എന്ത് ചെയ്യും, ചായങ്ങളും കൂടെ മൂഷിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, അല്ലെങ്കിൽ നിറങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഒട്ടക പക്ഷിയുടെ രൂപത്തിലുള്ള അല്ലെങ്കിൽ അവയുടെ ഷെല്ലുകളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. മുത്തുകൾ, ബീഡ്സ് പോലുള്ള കാര്യങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. അതിന്റെയൊക്കെ തെളിവ് കിട്ടിയത് എവിടെ നിന്നാണ്, ഭീംബേട്കയിൽ നിന്ന് ആണ്.
ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കിയത് ഏതായിരുന്നു നമ്മള്? പിന്നെ റോക്ക് ആർട്ട് സൈറ്റ്സ് നോക്കി അല്ലേ? അതിന്റെ കുറച്ച് ആദിവാസി, അത് ഇപ്പോഴും നമ്മൾ പഠിച്ചിരിക്കുക. ഗോണ്ട്, മുരിയ, കോർക്ക്, ഫിലാൽ, പിന്നെ എന്താ തുടങ്ങിയ ആദിവാസി ഗോത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലെ? ഈസ്റ്റേൺ ആയാലും വെസ്റ്റേൺ ആയാലും സൗത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്? ആരുടെ കേസ് സ്റ്റഡിയാണ്? ഭീംബേഡ്കയുടെ കേസ് സ്റ്റഡി എങ്ങനെയായിരുന്നു? ഭീംബേഡ്ക എവിടെയാണ്? മധ്യപ്രദേശിലെ റൈസൻ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. മധ്യപ്രദേശിലെ റൈസൻ എന്ന് പറയുന്ന ജില്ലയിലെ ആണ് ഈ ഭീംബേഡ്ക സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഒരു ലാർജ് ഹില്ലാണ്. ലാർജ് ഹിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? വളരെ ഉയരത്തിലുള്ള ഒരു കുന്നാണ്. ആൾതാമസം വളരെ എന്താണ്? അങ്ങോട്ട് ഉള്ളിലോട്ട് ഉൾവനമാണ് അല്ലെ? അപ്പൊ ധാരാളം ഇടതൂർന്ന എന്താണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഡിസൈഡ്സ് വുഡ്ലാൻഡ് ആണ്, കവേർഡ് ആണ്. ഫുൾ എന്താണ്? ഇലകൾ കൊണ്ട് മൂടപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിന് വേറെന്തായിരുന്നു? ഭീംബേഡ്ക എന്നാണ്. പിന്നെ സാറ്റലൈറ്റ്, പിന്നെ എന്താണ്? സ്റ്റീലൈറ്റ്, ഫെയിൻസ്, പിന്നെ പോട്ടറി, കോപ്പർ, ഇങ്ങനെയുള്ള കുറെ ധാതുക്കൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, എവിഡൻസ്. പിന്നെ ഇവർ ഒരുങ്ങുന്ന ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ബോഡി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നു എന്ന്. പിന്നെ എന്താണ് അവർ ഉപയോഗിച്ചിരുന്നു? അസ്ഥിക്കൂടത്തിന്റെ തലയിന് എന്ത് ചെയ്യും? നെക്ലേസ് ആയിട്ടും അതുപോലെ തന്നെ മാലകൾ കോർത്തും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ചിരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. ഇനി ഈ ഒരു ടെക്സ്റ്റിൽ അങ്ങോട്ട് കാണുന്ന എല്ലാ പാഠങ്ങളും നമുക്ക് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് എല്ലാം നമ്മുടെ ആൻഷ്യന്റ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട, പ്രാചീന ഇതുമായിട്ട് ബന്ധപ്പെട്ട, പാലോലിത്തിക്കുമായിട്ട് ബന്ധപ്പെട്ടതും അവരുടെ ഹണ്ടിങ്ങും ഗാദറിങ്ങും അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ്. ക്ലാസ് കാണുക, നന്നായിട്ട് ക്ലാസ് കാണുക, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോയിന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഈ ആദിവാസി ട്രൈബ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് പഠിക്കാൻ കിട്ടില്ല. അതുപോലെ ഹോണ്ട്, മുരിയ, ഫിലാൽ, ഇതൊക്കെ എന്ത് ചെയ്യും? ഒന്ന് എഴുതി പഠിക്കുക. ലെക്ചർ നോട്ട് എഴുതുന്നുള്ളവർക്ക് ലെക്ചർ നോട്ട് എഴുതാം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇച്ചിരി പാടായിട്ട് തോന്നാം നമുക്ക്, പേരുകളും അതുപോലെ തന്നെ അതിന്റെ എക്സ്കവേഷൻസും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ പേടി, അതുപോലെ ഒരു പാടായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. ഇതിലെ 5 ക്വസ്റ്റ്യനും 5 ക്വസ്റ്റ്യനും ഒന്ന് പഠിക്കുക. അതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക, ലെക്ചർ നോട്ട് എഴുതി പഠിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.